ഇന്നത്തെ എക്സൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ റോസ് ഹൈലൈറ്റ് ചെയ്യാം VBA കോഡ് കൂടാതെ VBA കോഡ് യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് റോസ് ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾക്കിവിടെ ഒരു ചെറിയൊരു ടേബിളാണുള്ളത്. ആ ടേബിളിൽ 2 കോളംസ് ഉണ്ട്. ഒന്ന് സെയിൽസ് പേഴ്സൺ എന്നുള്ളൊരു കോളം, രണ്ടാമത് കാറ്റഗറി എന്നുള്ള കോളം. നമ്മൾക്കിവിടെ കിട്ടേണ്ട റിസൾട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പം എ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എ എന്നുള്ള കാറ്റഗറി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ആ റോസ് ഹൈലൈറ്റ് ചെയ്യും. എ റോസ് എല്ലാം ഹൈലൈറ്റ് ചെയ്യും. ബി ആണെങ്കിൽ ബി റോസ് എല്ലാം ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതിനെന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം. ഇതിനൊന്ന് കോപ്പി ചെയ്തിട്ട് എക്സലിൽ എവിടെയും കയറ്റി നമുക്ക് എന്ത് ചെയ്യാം, അത് പേസ്റ്റ് ചെയ്ത് വെക്കാം. ഈ പേസ്റ്റ് ചെയ്തതിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. നമുക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് മാത്രം, കാറ്റഗറി മാത്രം മതി. അപ്പോൾ ഇവിടെ ഇതിനെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് പോയി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്താൽ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ്, ആ ക്യാരക്ടേഴ്സ് മാത്രം ഇവിടെ കിട്ടും. ഇതിനെ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ J2ലേക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇതിനായി എന്ത് ചെയ്യണം, J2ൽ ഇൻസേർട്ട് ചെയ്യണം. ഇതിനൊരു ലിസ്റ്റ് ആക്കണം. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് കാറ്റഗറി, അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ടേബിളിൽ ഉള്ള റോസ് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം വീണ്ടും ഡാറ്റയിലേക്ക് പോയി അവിടുന്ന് ഡാറ്റ വാലിഡേഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ ഈ റേഞ്ച് ഓഫ് ലിസ്റ്റ് കൊടുക്കണം. കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന ഏതാണോ എ ആണ് കൊടുക്കുന്നതെങ്കിൽ എ അവിടെ ഈ ടേബിളിൽ ഹൈലൈറ്റ് ചെയ്യും. ഡാറ്റ വാലിഡേഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ ലിസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറി എടുത്ത് നമ്മൾ റേഞ്ചസ് ഇതാണ്, ഈ റേഞ്ചസ് സെലക്ട് ചെയ്ത് ഇനി നമ്മൾക്ക് അവിടെ ലിസ്റ്റായി. ആ ലിസ്റ്റിന് നമുക്കൊരു തിക്ക് ബോർഡർ കൊടുക്കാം. ജസ്റ്റ് യൂസർക്ക് മനസ്സിലാകും സെപ്പറേറ്റ് ലിസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ലിസ്റ്റായി. ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യുക, ഈ ടേബിളിലുള്ള കണ്ടൻസ് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ ന്യൂ റൂളിലേക്ക് പോവുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലുള്ളത്. ഇവിടെ എന്ത് ചെയ്യുക, കണ്ടീഷൻ കൊടുക്കുക. നമ്മുടെ അടുത്ത് ഉള്ള J എന്നുള്ള സെല്ലിലാണ് നമ്മളെ കണ്ടീഷൻ ഉള്ളത്. J2 ആണ് നമ്മളെ ലിസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഇഫ് J2, അതായത് ഇഫ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. J2 അതായത് ഈ സെല്ലിൻ്റെ പേര് ഈക്വൽസ് ഏതാണ്, കാറ്റഗറി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, $2 ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് ഒറ്റ $സൈൻ കൊടുത്താൽ മതി. അത് കോളത്തിൻ്റെ പിറകിൽ നമുക്ക് കോളം മാത്രം ലോക്ക് ചെയ്യുന്നുണ്ടാകുന്ന അവിടെ ഒറ്റ $സൈൻ കൊടുക്കുന്നത്. നമുക്ക് സെല്ല് ലോക്ക് ചെയ്യുന്നില്ല, കാരണം താഴെയുള്ള സെല്ലെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കണ്ടീഷനിൽ വരുന്നതാണ്. അപ്പം ഒറ്റ സെല്ല് മാത്രം, കോളം മാത്രം ലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബോൾഡ് ചെയ്യുന്ന ബോൾഡ്, കളർ മാറ്റാം, ഫോണ്ട് കളർ മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ഇവിടെ ബ്ലൂവും വൈറ്റും ആണ് കൊടുത്തിട്ടത്, ബ്ലൂ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ഫോണ്ടും. ഓക്കെ, ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ലിസ്റ്റ് നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം, ഇത് ഹൈലൈറ്റായി. അടുത്തത് ക്ലിക്ക് ചെയ്യാം, ഹൈലൈറ്റായി. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വേറെയും കണ്ടീഷൻ കൊടുക്കാം. നമ്മൾ ഇഫിൽ പഠിച്ചതുപോലെ തന്നെ ഇതുപോലെ ആൻഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ കൂടി എക്സ്ട്രാ കൊടുക്കാം. നമ്മൾക്കിവിടെ എക്സ്ട്രാ കണ്ടീഷൻ കൊടുക്കാം. ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് ഇതിൽ മെയിനായിട്ട്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. മാനേജ് റൂൾസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത റൂൾസാണ്. ഇവിടെ ഞാൻ മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തതിൽ ഒരു എക്സ്ട്രാ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉണ്ട്. അത് ഡിലീറ്റ് ചെയ്യുക. നമ്മൾക്ക് ഇപ്പം ക്രിയേറ്റ് ചെയ്ത് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പം അത് മാനേജ് റൂൾസ് നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഡിലീറ്റ്. ഇപ്പം കറൻ്റ്ലി ഉള്ളത് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തത്, ഇപ്പോൾ ഇവിടെ ഉള്ളത് മാത്രമുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, റൂൾസ് എഡിറ്റ് ചെയ്ത് നമ്മളിപ്പം ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിലൊരു ആൻഡ് വരും. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. ഇവിടെ ആൻഡ് കൊടുത്ത് അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പോഴുള്ള കണ്ടീഷൻ കൂടാണ്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു കോമ കൊടുത്ത് നമ്മൾക്ക് എന്ത് വേണം, ഇവിടെ സി എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ റോസ് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ലിസ്റ്റ് ബോക്സിൽ J2 ഈക്വൽസ് C, അതിൽ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, സീൻ്റെ ഇടയിൽ 2 കൊട്ടേഷൻ കൊടുക്കുക,
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ ഒന്നും അവിടെ ഹൈലൈറ്റ് ചെയ്യില്ല, സി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഹൈലൈറ്റ് ചെയ്യൂ. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഇവിടെ ഒരു VBA കോഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു കോളംസ് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഗ്രോസ് സെയിൽസ് എന്നുള്ള ഒരു എക്സ്ട്രാ കോളംസ് ഇവിടെ ആഡ് ചെയ്യണം. ഗ്രോസ് സെയിൽസ് ആഡ് ചെയ്ത് അവിടെ എന്ത് ചെയ്യും, ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് 25,000 മുകളിൽ ഗ്രോസ് സെയിൽസ് ഉള്ളത് മാത്രമേ, ആ റോസ് മാത്രമേ ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്രോസ് സെയിൽസ് എന്നുള്ള ഒരു കോളംസ് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഗ്രോസ് സെയിൽസ് എന്നുള്ള ഒരു ഇതിൻ്റെ പേര്, കോളത്തിൻ്റെ പേര് ഗ്രോസ് സെയിൽസ് എന്ന് കൊടുത്ത് ഇവിടെ ദെൻ കുറച്ച് വാല്യൂസ് ഇവിടെ എൻ്റർ ചെയ്യാം. നമ്മൾ ഇതുവരെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്തത് A2 തൊട്ടിട്ട് B9 വരെ. നമുക്ക് ഇവിടെ ഇനി വേണം A2 to C9, കാരണം ഒരു കോളം എക്സ്ട്രാ വന്നു ഇവിടെ. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, മാനേജ് റൂൾസ്, ഇവിടെ എന്ത് ചെയ്ത് നമ്മളെ കോളത്തിൻ്റെ റേഞ്ച് ചേഞ്ച് ചെയ്തു ഫ്രം A2 to C9. ദെൻ എഡിറ്റ് റൂൾ, ഇവിടെ നേരത്തെ കൊടുത്ത C ക്ലിക്ക് ചെയ്താൽ മാത്രം ഹൈലൈറ്റ് എന്നുള്ള കണ്ടീഷൻ ഒഴിവാക്കി ആൻഡ് അവിടെ കീപ്പ് ചെയ്തു, കോമ ഇവിടെ എന്ത് ഗ്രോസ് സെയിൽസിൻ്റെത്, അതായത് C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25,000. ഇവിടെ നേരത്തെയുള്ള പോലെ കോളം ലോക്ക് ചെയ്തു, സെല്ല് ലോക്ക് ചെയ്തിട്ടില്ല. $സൈൻ വെച്ചിട്ട് കോളം ലോക്ക് ചെയ്തു, സെല്ല് ലോക്ക് ചെയ്തിട്ടില്ല. കാരണം സെല്ല് നമ്മൾ ലോക്ക് ചെയ്യുന്നില്ല, കോളം മാത്രമേ അവിടെ ലോക്ക് ചെയ്യുന്നുള്ളൂ. സെല്ലിൽ ഫസ്റ്റ് സെല്ല് റെഫറൻസ് മാത്രമേ കൊടുത്തുള്ളൂ, റിമൈനിങ് സെൽസും അതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സെയിം തിങ് ഇവിടെ 25,000 അതിന് മുകളിൽ മാത്രമേ ഹൈലൈറ്റ് ചെയ്യൂ. ഫസ്റ്റ് B എന്നുള്ള കാറ്റഗറിയിൽ 25,000 ലെസ് ദാൻ 25,000 ആണ്. ഇവിടെ Aയിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 25,000. ഇതുപോലെ നിങ്ങൾക്ക് ഓൺ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാം. ഡിഫറെൻറ്റ് ടേബിൾ കൊടുത്തിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിച്ച് കൂടുതൽ നമ്മൾ ഇഫിൽ ഉപയോഗിക്കുന്ന എന്തെല്ലാം കണ്ടീഷൻ ഉപയോഗിക്കാം. ഇവിടെ എല്ലാ കണ്ടീഷനും ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള വീഡിയോസ് സ്വയം പ്രാക്ടീസ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.